1 കൊരിന്ത്യർ 15:49. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ വാക്യം ഒന്ന് ഏറ്റുപറയാം. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ദൈവത്തിൻ്റെ മക്കൾക്ക് എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങൾക്ക് പിന്നിൽ ഒരു സത്യമെന്ന് പറയുന്നത് ജീവനുള്ള ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ അക്കമിട്ട് എഴുതിയാൽ പോലും പലർക്കും തെറ്റിപ്പോകുന്ന തരത്തിൽ വാഗ്ദത്തങ്ങൾ ദൈവമക്കളുടെ മേൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന വാഗ്ദത്തങ്ങളിൽ അതിപ്രധാനവും സുപ്രധാനവുമായിട്ടുള്ള ഒരു വാഗ്ദത്തമാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ മക്കളെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ ഞാൻ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളും എന്നോടൊപ്പം ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഉപദേശം തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകലിൽ ചില വെളിപ്പാടുകളിലേക്ക് നടത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിനകത്ത് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളിലേക്ക് നമ്മെ നടത്തട്ടെ. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്കും സ്വർഗീയനിലേക്കും നമ്മുടെ കണ്ണുകളെ പതിപ്പിക്കുവാൻ ഇന്ന് പകലിൽ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് വരികയാണ്. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉപദേശം ആത്മീകമായി വിവേചിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്താൽ, കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മീകമായി വിവേചിക്കുവാൻ ഈ പകലിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ കണ്ണും കാതും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളും അങ്ങയുടെ ശബ്ദത്തിന് വേണ്ടി ചരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. ഞങ്ങൾക്ക് കർത്താവെ പിടിച്ചു നിർത്താൻ കഴിയാത്ത സങ്കടങ്ങളുണ്ട്. ശരീരത്തിൽ അസ്വസ്ഥതകളുണ്ട്. കുടുംബത്തിൽ പരാധീനതകളുണ്ട്. ഞങ്ങൾക്ക് ഉയരുവാൻ കഴിയാത്ത സാധ്യതകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം വചനത്തിന് മുമ്പിൽ അഴിഞ്ഞു മാറുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, പൂർണ്ണമായി ഞങ്ങളെ തന്നെ ഒഴിച്ച് ഒരു ഒഴിഞ്ഞ പാത്രമായി ഇരിപ്പാൻ, ദൈവത്തിൽ നിന്ന് വലിയവ പ്രാപിപ്പാൻ, കർത്താവിൻ്റെ സ്പർശനമേൽപ്പാൻ ഞങ്ങൾ ബലപ്പെട്ട് ശക്തീകരിച്ച് ചിരിച്ച മുഖത്തോടുകൂടെ ആലയം വിട്ട് ഇറങ്ങുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുൻപിൽ പൈതലായിരിക്കുമ്പോൾ ദൈവം കരത്തിലെടുത്ത് ഉപയോഗിക്കണം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. സത്യം ഇതിനകത്ത് പ്രഘോഷിക്കുവാൻ ദൈവം വഴിയൊരുക്കണം. പ്രാർത്ഥനയുടെ കൃപകൾക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. കർത്താവിൻ്റെ വചനം ജീവിപ്പിക്കുന്നു. ഇന്ന് പകലിൽ നമ്മെ ഓരോരുത്തരെയും ജീവിപ്പിക്കും. അവൻ നമ്മുടെ മുഖത്തെ വിഷമങ്ങൾ എടുത്തു മാറ്റും. നമ്മെ അവൻ ബലപ്പെടുത്തും. സ്തോത്രം. നമുക്ക് വായിക്കാം. നാം മണ്ണ് കൊള്ളുന്നവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും. എല്ലാ ജീവിതങ്ങളും നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് കഴിയും. പക്ഷേ എല്ലാ ജീവിതങ്ങളും അർത്ഥപൂർണമായ ജീവിതങ്ങളല്ല. അർത്ഥപൂർണമായ ജീവിതം നൽകുന്നത് ക്രിസ്തീയ ജീവിതം മാത്രമാണ്. നമ്മളതിന് അഭിമാനം ഉള്ളവരായി തീരണം. നമ്മുടെ മുൻപിൽ ക്രൈസ്തവേതര ജീവിതം ജീവിക്കുന്ന ഒരു സഹോദരിയോ സഹോദരനോ നമ്മുടെ മുമ്പിൽ എതിർപ്പെട്ടാൽ ശക്തി ധരിച്ചുകൊണ്ട് നാം അവരോട് ചോദിക്കണം, നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരിയാതിരിക്കുന്നതിൻ്റെ കാരണം ഈ സത്യം നാം പങ്കുവയ്ക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പാളയത്തെ കത്തോലിക്ക പള്ളിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച, കണ്ണ് നിറഞ്ഞ് ഹൃദയം തകരുന്ന നല്ലൊരു 50 മുതൽ 60 വയസ്സിനിടയിൽ വരുന്ന പ്രായമുള്ള ഒരു സഹോദരൻ വളരെ വിഷമത്തോടെയും വേദനയോടുകൂടെയും അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമയിൽ കൈവച്ച് നിലവിളിക്കുകയാണ്. അല്പസമയം ഞാൻ അദ്ദേഹത്തെ വീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കണ്ണുനീരോടെ എന്തൊക്കെയോ ഈ പ്രതിമയോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തിരിഞ്ഞ് മെഴുകുതിരി വിൽക്കുന്ന കടയിൽ നിന്നും ഒരു കൂട് മെഴുകുതിരി വാങ്ങി അതിനെ കത്തിച്ച് ഉരച്ച് അതിൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും അദ്ദേഹം കരയുന്നു. ഞാനിങ്ങനെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എങ്ങനെ ഈ മനുഷ്യനെ സമീപിക്കും? വാസ്തവത്തിൽ ഞാൻ ആ സാഹചര്യത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. എനിക്ക് സമയം ഉണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും ആ വ്യക്തി എൻ്റെ മുൻപിൽ കൊണ്ടു തന്നിട്ടും ഞാൻ ആ സമയത്തെ സീസ് ചെയ്തില്ല. ലഭിച്ച അവസരത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. പിന്നത്തേതിൽ എനിക്ക് വന്ന് ഒരുപാട് വിഷമമുണ്ടായി. കർത്താവെ, ഒരു വാക്ക് എനിക്ക് ആ വ്യക്തിയോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീർന്നേനെ. ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമായ ജീവിതമാണ്. അർത്ഥമില്ലാത്ത ജീവിതം ഈ കാലഘട്ടത്തിൽ പലരും ജീവിച്ച് അർത്ഥമില്ലാതെ മരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതവും മരണവും അർത്ഥവത്താക്കുന്ന ഏക വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണ്. അതിൽ ദൈവത്തിന്റെ മക്കൾ വിശ്വാസവും പ്രതിഫലിക്കുന്നവരും ശക്തിയുള്ളവരുമായി തീരണം. അതിൽ നാം അഭിമാനം കൊള്ളുന്നവരായി തീരണം.
നാം ക്രിസ്ത്യാനികളായി തീർന്നതിൽ അഭിമാനമുള്ളവരായി തീരണം. നാം വേർപെട്ട സമൂഹത്തിൽ ദൈവം തീർന്നതിൽ നാം അഭിമാനമുള്ളവരായി തീരണം. നാം ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്നതാകയാൽ നാം ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ അഭിമാനമുള്ളവരായി തീരണം. ഈ അഭിമാനം നമ്മെ നല്ല സാക്ഷ്യമുള്ളവരായി തീർക്കുവാൻ ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. We will be a good witness towards the whole world. അതിനെ നമ്മെ സഹായിക്കുന്നത് ഈ വലിയ ശക്തിയാണ്, ഈ അഭിമാനമാണ്. ഇവിടെ ദൈവത്തിന്റെ മക്കളെ കർത്താവിന്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസം കേവല വിശ്വാസമല്ല, ഇത് അർത്ഥപൂർണമായ വിശ്വാസമാണ്. ഇത് നമ്മൾ ഏറ്റെടുക്കണം, മറ്റുള്ളവർ മുമ്പിൽ നമ്മൾ പറയുവാനായിട്ട് ഇടയാകണം. ആരാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ആരായിരിക്കണം ക്രിസ്ത്യാനി? നാം എടുത്ത വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുൻപ് ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കൂ. ആരെ നമുക്ക് ക്രിസ്ത്യാനി എന്ന് വിളിക്കാം? Who can be called as a Christian? ആരെയാണ് നമ്മൾ ക്രിസ്ത്യൻ എന്ന് വിളിക്കാൻ കഴിയുന്നത്? ക്രിസ്തുവിനെ പിൻചെല്ലുന്നവൻ ആരോ അവനാണ് ക്രിസ്ത്യാനി. വാസ്തവമായി ക്രിസ്തീയ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ആത്മാവിലും ശരീരത്തിലും മാനിഫെസ്റ്റേഷന് വിധേയപ്പെടുത്തുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമുഖത്തെ ഒരു കണ്ണാടിയിൽ നിന്നും പ്രകാശം പ്രതിഫലിച്ച് പുറത്തേക്ക് വരുന്നത് പോലെ യേശുവിനെ ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയെ വാസ്തവമായും ക്രിസ്ത്യാനി എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കുവാനായിട്ട് കഴിയും. ക്രിസ്ത്യാനിയെ പിൻചെല്ലുന്നവൻ മാത്രമല്ല ക്രിസ്ത്യാനി, അവന്റെ വായിൽ നിന്നും അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കും. പ്രസ്താവിക്കുക, പ്രസംഗിക്കുക, പ്രഘോഷിക്കുക, നീ മിണ്ടാതെ ഇരിക്കരുത് എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കമാൻഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിക്ക് വിഷമമുണ്ടായാൽ ആദ്യം സിപ്പ് വീഴുന്നത് അവന്റെ വായാണ്. എന്നാൽ നമ്മുടെ വായ എപ്പോഴും തുറന്നിരിക്കണമെന്നും അത് സത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണമെന്നും നമ്മുടെ നാവ് സ്തോത്രത്തിനും സ്തുതിക്കും കൊടുക്കണമെന്നും നമ്മുടെ അധരം കൊണ്ട് ദൈവം തന്ന ഭാഷ കർത്താവിനെ ഉയർത്താൻ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കുന്ന ഒരു പുസ്തകം, പഠിപ്പിക്കുന്ന വിശ്വാസം ക്രൈസ്തവ വിശ്വാസം മാത്രമാണ്. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിൽ സൈലൻസ് ഇല്ല, സ്വർഗത്തിൽ മൗനതയില്ല, സ്വർഗത്തിൽ നിശബ്ദതയില്ല. ദൈവത്തിന്റെ ആലയത്തിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദം സ്വർഗത്തെ റിസംബിൾ ചെയ്യുന്നതാണ്. സ്വർഗത്തിലും ആലയത്തിലും കർത്താവിന്റെ ആരാധന പുക പോലെ പൊങ്ങി നിന്നതിന്റെ പ്രധാന കാരണം സ്വർഗത്തിൽ നിശബ്ദതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും നിശബ്ദമായിരിക്കാൻ അനുവാദമില്ല. ഇവിടെ ദൈവത്തിന്റെ മക്കൾ വേർപെട്ടവർ എന്തുകൊണ്ട് ഉച്ചത്തിൽ ആർപ്പോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു? എന്തുകൊണ്ട് അവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നു? എന്തുകൊണ്ട് അവർ നൃത്തം ചെയ്യുന്നു? എത്ര പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഇത്രയധികം ഊർജം കാണിക്കുന്നതിന് കാരണമെന്ത്? ബിക്കോസ് there is no silence in heaven. കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, 24 മണിക്കൂറും മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവന്റെ ബുദ്ധിമണ്ഡലത്തെ തിരിക്കുവാൻ കാലചക്രത്തിന്റെ കെട്ടുകളെ അഴിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, 24 hours there is worship. അവിടെ ആരാധനയാണ്, അവിടെ സ്തുതികളാണ്, അവിടെ സ്തോത്രങ്ങളാണ്. ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് പകൽ തയ്യാറാകുമെങ്കിൽ നമ്മുടെ മുൻപിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് നിങ്ങൾ കാണുവാനായിട്ടിടയാകും. If you praise our Lord, if you praise our Lord, നിങ്ങളുടെ വായ്കളെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് കാണും. എത്ര വലിയ ഘോര മതിലാണേലും, എത്ര വലിയ മാർഗ തടസ്സം ഉണ്ടാക്കുന്നതാണെങ്കിലും, whatever the obstacles may be, നിങ്ങൾ വായ് തുറന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ you will see that bricks and bricks collapses before you. നിങ്ങളുടെ മുൻപിൽ ബന്ധത്തിൽ നിന്നും ബന്ധം കിഷ്ടിക കട്ടകൾ വിട്ടുപോയി നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്നത് നിങ്ങൾ കാണുവാനായിട്ട് കഴിയും. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രം കാണുന്നതാണ്. എന്തുകൊണ്ട് നാം കാണുന്നു? ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട്. യേശുവിന്റെ ജീവിതം പരിശോധിച്ചാൽ താൻ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് തനിക്ക് കിട്ടുന്ന സമയം താൻ ഏകാന്തതയിൽ പോയി ദൈവത്തെ പാടി ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു. നമുക്ക് എന്തുകൊണ്ട് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ല? മൈ ഡിയർ ബിലവഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രാർത്ഥനയിൽ ഒരു വലിയ ആശ്വാസം നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. മുറിവുകൾ ഉണ്ടാകും, സ്വാഭാവികം. നമുക്ക് വേദനകൾ ഉണ്ടാകും, സ്വാഭാവികം. ഈ നശ്വരമായ ലോകത്ത് നശ്വരമായ ശരീരത്തോടൊപ്പം ജീവിക്കുന്നിടത്തോളം കാലം there will be pain, there will be tears. നമുക്ക് അടക്കാൻ കഴിയാത്ത ഈർഷ്യകൾ ഉണ്ടാകും, നമുക്ക് അടക്കാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. But
ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പ്രാർത്ഥനയിലും, ദൈവത്തോടുള്ള ആരാധനയിലും, ദൈവത്തോടുള്ള സ്തുതികളിലും, ദൈവത്തോടുള്ള സ്തോത്രയാഗങ്ങളിലും നിങ്ങൾക്ക് റെസ്റ്റ് കണ്ടെത്താനായിട്ട് കഴിയും. അതല്ല എങ്കിൽ നമ്മുടെ ആശ്വാസത്തെ കെടുത്തിക്കളയുവാൻ വിരോധി ക്ഷണിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആശ്വാസത്തെയും സ്വസ്ഥതയും നമ്മുടെ കിടക്കയിൽ നിന്നും എടുത്തു മാറ്റുവാൻ ശത്രുവായ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബട്ട് നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ അധരത്തെ, നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തെയും ഇന്നു പകലിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ലജ്ജ കൂടാതെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ കിടക്കയിൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ഉറക്കം തരുമെന്ന് പറയുന്ന ദൈവമാണ്. അപ്പൊ ആരാണ് ക്രിസ്ത്യാനി? ആരായിരിക്കണം ക്രിസ്ത്യാനി? യേശു ക്രിസ്തുവിനെ പിൻചെല്ലുന്നവരും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരും ക്രിസ്തുവിനായി പ്രവർത്തിക്കുന്നവരെയും മാത്രമേ ക്രിസ്ത്യാനി എന്ന് സ്വർഗം വിളിക്കുന്നുള്ളൂ. ഇവിടെ മറ്റ് കാറ്റഗറികൾ യാതൊന്നല്ല. ഇവിടെ APL ഇല്ല, ഇവിടെ BPL ഇല്ല, ഇവിടെ ഇവിടെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ, ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞൊരു വിഭജനങ്ങളില്ല. ഇവിടെ ഒരേ ഒരു ഒറ്റ ഗണം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രികളുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എന്തിന് പിൻചെല്ലണം? കാരണം നാം സ്വർഗീയന്റെ പ്രതിമ ധരിക്കാനുള്ളതാണ്. നിങ്ങൾ പറയണം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങൾ സാക്ഷികളാകണം. നിങ്ങൾ വായ് തുറക്കുന്നെങ്കിൽ കുരള പറയാനല്ല. ഞാനും നിങ്ങളും വായ് തുറക്കുന്നെങ്കിൽ കുരള സംസാരിക്കാൻ പറ്റില്ല. പകരം എൻ്റെയും നിങ്ങളുടെയും, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളോട് പറയണം, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളും അകൃത്യങ്ങളും ദൈവം കണക്കിലിടാതെ തൻ്റെ ഓമനകുമാരനായ കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുകയും യേശുവിനെ കർത്താവ് നാദരുമാക്കി വയ്ക്കുകയും അവിടെ നമുക്ക് വേണ്ടി മരിക്കുകയും മരിച്ചിട്ട് ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുകയും ജീവന്റെ വഴി എനിക്കല്ല, ഒരു പ്രത്യേക വിഭാഗത്തിനല്ല, ഒരു പ്രത്യേക രാജ്യത്തിനല്ല, ഒരു പ്രത്യേക ഗോത്രങ്ങൾക്കല്ല, സർവ്വ ലോകത്തിനും ജീവന്റെ വഴി കാണിച്ചു തന്ന ആ നല്ല കർത്താവിനെ പിൻചെല്ലണമെന്ന് പറയുന്നവനാണ് ക്രിസ്ത്യാനി. അത് പ്രഘോഷിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നവനാണ് ക്രിസ്ത്യാനി. കാരണം യേശു മരിച്ചു, അവിടുന്ന് മരിച്ചിട്ട് ജീവനോട് ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് ജീവനിലേക്കുള്ള വഴി കാണിച്ചു തന്നു. മനുഷ്യന്റെ തെറ്റുകൾ മുഖാന്തരം, മനുഷ്യന്റെ തെറ്റായ തീരുമാനങ്ങൾ മുഖാന്തരം, മനുഷ്യൻ തൻ്റെ ചിന്തകളെ ശരീരത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് മുഖാന്തരം ജീവനുള്ള നാഥന്റെ വചനത്തെക്കാൾ തൻ്റെ ജീവന്റെ സത്തിനെ വലിച്ചെടുക്കുന്ന പൈശാചിക ശക്തികൾക്കും അവന്റെ ദൂതന്മാർക്കും തൻ്റെ ശരീരത്തെ വിറ്റുകളഞ്ഞത് കൊണ്ട്, അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് കൊണ്ട്, ദൈവം ശരീരത്തിൽ വച്ചിരുന്ന തേജസ്സിനെ അവർ അലക്ഷ്യമാക്കിയത് കൊണ്ട് ആ നഷ്ടപ്പെട്ട തേജസ്സിനെ തിരിച്ചെടുക്കുവാൻ, നഷ്ടപ്പെട്ട ജീവനെ തിരിച്ചെടുക്കുവാൻ, നിത്യജീവനിലേക്ക് തിരികെ വിളിക്കുവാൻ കർത്താവായ യേശു ഭൂമിയിൽ ഇറങ്ങി വന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ അവനെ പിൻചെല്ലണം. ഇത് പ്രസംഗിക്കണം, ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം, ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? കാരണം നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ നാം ഒരു നാൾ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. ഇത് നിങ്ങൾ ഭവനത്തിൽ പറയുകയും കുട്ടികളെ പഠിപ്പിക്കുകയും നിങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ, മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ടവന്റെ പ്രതിമ, പ്രതിരൂപം, സാദൃശ്യം ധരിച്ചതുപോലെ, എടുത്തുടുത്തതുപോലെ സ്വർഗീയൻ, മണ്ണിൽ നിന്നും വരാത്തത്, മണ്ണ് കൊണ്ടുണ്ടാക്കാത്തത്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു. ആ സ്വർഗീയന്റെ പ്രതിമ, പ്രതിരൂപം, സാദൃശ്യം, അവനോട് അനുരൂപം ആകുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ എത്രത്തോളം സന്തോഷിക്കണം, നമ്മൾ എത്രത്തോളം ആരാധിക്കണം. ഇങ്ങനെ നമ്മോട് കൃപ കാണിച്ച, കൃപമേൽ കൃപ കാണിച്ച ഈ കർത്താവിന്റെ പ്രവൃത്തിയെ ഓർത്ത് നാം എത്രത്തോളം ആനന്ദിക്കണം. അതുകൊണ്ടല്ലേ നമ്മുടെ കാലുകൾ അടങ്ങിയിരിക്കാത്തത്, അതുകൊണ്ടല്ലേ നമ്മുടെ കൈകൾ അടങ്ങിയിരിക്കാത്തത്, അതുകൊണ്ടല്ലേ യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുകയും വായ്കൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. കർത്താവിന്റെ ദാസൻ ഈ ലേഖനം പ്രത്യേകിച്ച് എഴുതുമ്പോൾ ചില തിരുത്തലുകളാണ് ദൈവസഭയ്ക്കകത്ത് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹം ശരണപ്പെടുന്നത്. മാത്രമല്ല 15-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് അടക്കപ്പെട്ട സകല മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. അതായത് ഒരു പുനരുത്ഥാന ശരീരം ഉണ്ടാകും എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. എങ്ങനെ? മരിച്ചുപോയ മനുഷ്യരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. നാം സുവിശേഷീകരണം ചെയ്യുമ്പോൾ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും, യേശുവിൻ്റെ സ്വർഗാരോഹണവും യേശുവിൻ്റെ മടങ്ങിവരവും മാത്രമല്ല, മരിച്ചവർ അക്ഷയരായി ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നും കൂടെ പറയേണ്ടത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. ഇത് എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതി ഓർമ്മപ്പെടുത്തുന്നു? ഇത് അദ്ദേഹം പുതുതായിട്ട് പറയുന്ന ഒരു കാര്യമല്ല.
നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 18 വായിച്ചാൽ, എന്നെ ശ്രദ്ധിച്ചാൽ മതി, വീട്ടിൽ പോയി വായിച്ചാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 18 ചിന്തിച്ചാൽ അഥേനയിൽ നിന്ന് യാത്ര ചെയ്ത് പൗലോസും ബാക്കിയുള്ളവരും കൊരിന്തിൽ എത്തിച്ചേരുന്ന കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവർ കർത്താവിൻ്റെ വചനം 1.5 വർഷക്കാലത്തോളം ഒരു വലിയ ഡിവൈൻ ഗൈഡൻസിലൂടെ പ്രസംഗിച്ചു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ നല്ല വാസ്തവമായും സുവിശേഷം പ്രസംഗിക്കപ്പെടും, സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കപ്പെടും, സമൂഹത്തിൽ നമ്മൾ ന്യൂയിസൻസ് ആയി തീരും. ഇതുപോലെ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ കൊരിന്തിൽ ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പങ്കുവച്ചപ്പോൾ സമൂഹത്തിൽ അവരെ ന്യൂയിസൻസ് ആയി എണ്ണുകയും അവരെ എങ്ങനെയെങ്കിലും സമൂഹത്തിനെ അതൊന്ന് കുത്തി പുറത്താക്കണം എന്നുള്ളത് കണ്ട് അവർ ചിലർ ഒരുമിച്ച് കൂടി വരികയും അവർക്കെതിരെ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ കേൾക്കണം, പ്രസ്താവിക്കുന്നത് ദൈവത്തിൻ്റെ സന്ദേശമായതുകൊണ്ടും ദുർഭാഷണത്താൽ ദൈവത്തിൻ്റെ ജനം തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് സതുപദേശത്താൽ, സദ്വാർത്തയാൽ, സുവിശേഷത്താൽ ജനങ്ങൾ ജീവനിലേക്ക് തിരിയണം എന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് രാത്രിയിൽ കർത്താവായ യേശു ദർശനത്തിന് ഇറങ്ങി എന്ന് പറയുകയാണ്, ഡു നോട്ട് ബി ഫിയർ ബട്ട് യു പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ഗോഡ്. നീ പേടിക്കരുത്, നീ ഭയപ്പെടരുത്, നീ കർത്താവിൻ്റെ വചനം പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രസ്താവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് കർത്താവിൻ്റെ വചനം ശക്തമായി പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല? നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന ഘടകമെന്ത്? എനിക്ക് താല്പര്യമുണ്ടെങ്കിലും എന്തുകൊണ്ട് എൻ്റെ കാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ നാവ് അനങ്ങുന്നില്ല? വേർ ഈസ് ദ സ്ട്രെങ്ത്? എൻ്റെ ശക്തി എവിടെയാണ് ശീതീകരിക്കപ്പെടുന്നത്? കർത്താവ് ഇറങ്ങി നിന്ന് പറയുകയാണ്, യു ഷാൽ നോട്ട് ബി ഫിയർഡ്. നീ ഭയപ്പെടരുത്, കാരണം നിന്നിൽ നിറച്ചിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. യു വേക്ക്, നീ കണ്ണു തുറന്ന് നിന്നിലേക്ക് നോക്ക്. മൺപാത്രമാകുന്ന നിന്റെ ശരീരത്തിൽ സ്വർഗം നിക്ഷേപിച്ചു തന്ന അതീന്ദ്രിയമായ, അതിശക്തമായ, ഭയത്തെ പുറത്താക്കുന്ന സ്നേഹത്തിന്റെയും ഐക്യതയുടെയും ആത്മാവിനെ നിന്റെ മേൽ പകർന്നിരിക്കുന്നത് നീ മറന്നുപോയോ? ദൈവത്തിൻ്റെ സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നത് എന്നോട് നിങ്ങളോടും, നിങ്ങൾ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, ഭയത്തെ പുറത്താക്കുന്ന ആത്മാവിനെ സ്വർഗം തന്നിരിക്കുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ പുത്രനെ സ്വർഗം തന്നിരിക്കുന്നു. ജീവനിലേക്കുള്ള പുതിയ വഴി സ്വർഗം തുറന്നു തന്നിരിക്കുന്നു. Now you proclaim the word of heaven. സ്വർഗത്തിൻ്റെ വചനം പ്രസ്താവിക്കാൻ ഭയക്കുന്നത് എന്തിന്? പുനരുത്ഥാന ശരീരമുണ്ട്. മരിച്ചുപോയവർ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവത്തിൻ്റെ മക്കൾ പഠിപ്പിക്കുകയും പ്രസ്താവിക്കുകയും വേണം. ഇത് പൗലോസ് സ്വന്തമായി പറഞ്ഞതാണോ? അല്ലല്ല. നാം യോഹന്നാൻ സുവിശേഷം വായിച്ചാൽ കർത്താവായ യേശു തൻ്റെ ജീവനുള്ള കാലത്ത് ശരീരത്തോടുകൂടെ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് യേശു പഠിപ്പിച്ചു. അത് മനസ്സിലാക്കിപ്പിക്കാൻ ആ നാട്ടിൽ മരിച്ച് നാറ്റം വച്ചവനെ എഴുന്നേൽപ്പിച്ച് മുന്നിൽ കൊണ്ടു നിർത്തി. യേശുവിൻ്റെ കാലത്തോളം മരണത്തിൽ നിന്നും ജീവനിലേക്ക് പുതിയ ശരീരം, അവൻ്റെ അഴുകിപ്പോയ ശരീരത്തെ പുതിയതാക്കി മുന്നിൽ നിർത്തി അവൻ ഇടയിലൂടെ നടന്നു, അവൻ ഇടയിലൂടെ ജീവിച്ചു, അവനെ തെരുവിൽ കണ്ടു, അവനെ മാർക്കറ്റിൽ കണ്ടു, അവനെ ആരാധനാലയത്തിൽ കണ്ടു. എല്ലാവരും പറഞ്ഞു, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ് ഇവൻ. ഈ ലാസർ യേശു ഇത് പുതിയതായിട്ട് പറഞ്ഞതാണോ? അല്ലേ അല്ല. ദാനിയേലിന്റെ പ്രവചനം നോക്കൂ, യോബിന്റെ പുസ്തകം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. എൻ്റെ നാഥൻ ഒടുവിൽ എൻ്റെ മണ്ണിൽ അവൻ നിർത്തും. ഇന്ന് മരിച്ചവരെവിടെ? മണ്ണിൽ കിടക്കുകയാണ്, മണ്ണിന്റെ ഉള്ളിൽ കിടക്കുകയാണ്, മണ്ണോട് മണ്ണ് ചേർന്ന് കിടക്കുകയാണ്. ബട്ട് ദ ലോർഡ് ഡിക്ലെയർസ്, ദൈവം വിളിച്ചു പറയുന്നത്, വൺ ഡേ there is a one day, ഒരു ദിവസമുണ്ട്. ആ ദിവസം ഞാൻ എൻ്റെ കാന്തനോട് ചേരാൻ, ഞാൻ എൻ്റെ പ്രിയനെ കാണാൻ ഈ പൊടിമേൽ എഴുന്നേറ്റ് ഞാൻ നിൽക്കും. ഇത് സഭയുടെ പ്രത്യാശയാണ്. എത്ര പേർക്ക് ഈ പ്രത്യാശ ഉള്ളിൽ കയറുന്നുണ്ട്? ഒന്ന് നിമിഷം കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹൃദലഭ ശന്തര ദിയാന്തര ഹടര കരാദിയ രംധരെ ഷ്യാധര. ഇനി മുന്നോട്ടുള്ള ചില ചിന്തകളൊക്കെ നമുക്ക് നന്നായിട്ട് ഡൈജസ്റ്റായി വരണം യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഈ സമയം കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ ഈ കേട്ട വചനങ്ങൾ ഒന്ന് ദഹിപ്പിച്ച് തരട്ടെ. നമ്മുടെ പ്രാണനിലും ചിന്തകളിലും നമ്മുടെ അസ്ഥിമഞ്ജനകളിലും നമ്മുടെ ചിന്താശേഷികളിലും അറിവുകളിലും ഒക്കെ ഈ ഇപ്പോൾ ഇതുവരെ കേട്ട സന്ദേശം ഒന്ന് നിറയട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ചിലരെ ടീച്ച് ചെയ്യട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്ന ഒരു ദൈവാത്മാവ് പഠിപ്പിക്കാൻ? അങ്ങനെ ആഗ്രഹിക്കുന്നവർ കണ്ണുകളെ അടച്ച് വളരെ ധ്യാനത്തോടെ ഏകാഗ്രതയോടെ കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞ്, ദൈവത്തിൻ്റെ ആത്മാവേ, അങ്ങ് നൽകുന്ന ഉപദേശത്തെ ആത്മീകമായി എനിക്ക് വിവേചിക്കണം. കർത്താവേ, ഭൗതികമായി ഞങ്ങൾ ഏറെ അധ്വാനിക്കുന്നുണ്ട്, ഭൗതികമായി ഞങ്ങൾ ഏറെ ഓടുന്നുണ്ട്, ഭൗതികമായിട്ട് ഞങ്ങൾ ഏറെ വ്യസനിക്കുന്നുണ്ട്, ആത്മീകമായത് എപ്പോഴൊക്കെയോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാക്കുന്നു. കർത്താവേ, ആത്മീയതയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങളെ ഇന്ന് പകലിൽ ഓർമ്മിപ്പിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തെ അവിടെ നിന്ന് വിവേചിപ്പിച്ച് ഗ്രഹിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അടക്കപ്പെട്ട മനുഷ്യ ശരീരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് തന്റെ ദാസൻ സ്പഷ്ടമായിട്ട് വിളിച്ചു പറയുന്നു. ഇത് ആദ്യമായി വിളിച്ചു പറയുന്നതല്ല, കൊരിന്ത്യയിലുള്ള തന്റെ ശുശ്രൂഷയിലെല്ലാം അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. നാമം വിളിച്ചു പറയണം. എന്തുകൊണ്ട്? ശരീരത്തിന് നിങ്ങൾ അശുദ്ധിക്ക് ഏൽപ്പിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു. കൊരിന്ത്യ ലേഖനത്തിനകത്ത് പ്രതിപാദിക്കുന്ന ഏറെ വിഷയങ്ങളുണ്ടെങ്കിലും അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മാലിന്യതയിലേക്ക് തള്ളിക്കളയരുത്.
കൊരിന്ത്യർ ശരീരത്തെ പാപം ചെയ്യാൻ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അവർ ശരീരം കൊണ്ട് വ്യഭിചാരങ്ങൾ ചെയ്തു. ദൈവത്തിൻ്റെ നിർമ്മിതിയായ ഈ ശരീരത്തെ അവർ മലിനപ്പെടുത്തി. അവർ ദേവന്മാർക്ക് അർപ്പിച്ചതിനെ ചിരിച്ചുകൊണ്ട് വാങ്ങി തിന്നുകൊണ്ട് അവർ മലിനമാക്കി. അവർ ശരീരം കൊണ്ട് അറിഞ്ഞും അറിയാതെയും ഒക്കെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ പ്രതിമയെ, ദൈവ പ്രതിരൂപത്തെ, കർത്താവിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ശരീരത്തെ അവർ മലിനപ്പെടുത്തി. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഇവരെ തിരുത്തുകയാണ്, ഇവരെ ശാസിക്കുകയാണ്, മാത്രമല്ല ഇവരെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു ദൈവാത്മാവ് നിറഞ്ഞ ഒരു ദൈവപുരുഷൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ സഭയെ അവൻ ദൈവസഭയെ തിരുത്തുമ്പോൾ തന്നെ തിരുത്തി പഠിപ്പിക്കും. ആമേൻ. ആമേൻ പറഞ്ഞില്ല. തിരുത്തൽ വേണ്ട, അത് ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് പോലെ പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ. തിരുത്തുക മാത്രമല്ല തിരുത്തി പഠിപ്പിക്കും. എന്നെ പഠിപ്പിക്കണം, അതെൻ്റെ ആവശ്യമാണ്. മാത്രമല്ല കർത്താവിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ ശാസിക്കുക മാത്രമല്ല ശാസിച്ച് മുന്നറിയിപ്പുകൾ തരും. മാത്രമല്ല കർത്താവിൻ്റെ ദാസന്മാർ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവരെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തും. തുടർന്ന് നമുക്ക് താഴോട്ട് ചിന്തിക്കും. ഇതിനെപ്പറ്റി ഏറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സ്വശരീരങ്ങൾക്ക് വലിയ പ്രാധാന്യം ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ എങ്ങനെയെങ്കിലും കൊണ്ടു നടക്കാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ ശരീരത്തെ തോന്നിയതുപോലെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. അദ്ദേഹം പറയുകയാണ്, സ്വന്തം ശരീരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? ഈ ശരീരത്തെ തൻ്റെ പുത്രനെ മുന്നിൽ നിർത്തി ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോൾ നൈറ്റിൽ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ദൈവത്തെ മനുഷ്യർ കണ്ടപ്പോൾ മനുഷ്യൻ്റെ നിറം കറുപ്പ്, എന്നാൽ ദൈവത്തിനിരിക്കട്ടെ ചുവപ്പ്, മനുഷ്യൻ്റെ നിറം വെളുപ്പ്, എന്നാൽ പിന്നെ ദൈവത്തിനിരിക്കട്ടെ ചുവപ്പ്, മനുഷ്യന് 2 കൈകൾ എന്നാൽ ദൈവത്തിനിരിക്കട്ടെ 4 കൈകൾ. ഇങ്ങനെ മനുഷ്യൻ ദൈവത്തെ കണ്ടപ്പോൾ മൂക്ക് നീണ്ടു, വാല് വന്നു, കൊമ്പുകൾ ഇറങ്ങി, മനുഷ്യൻ 16 കൈകൾ ഉണ്ടാക്കി. എന്നാൽ ദൈവം മനുഷ്യനായപ്പോൾ എന്നെ പോലെ കണ്ടു. ദൈവം മനുഷ്യനായപ്പോൾ എൻ്റെ അതേ കണ്ണുകൾ, എൻ്റെ അതേ ചെവി, എൻ്റെ അതേ ക്ഷീണം, എൻ്റെ അതേ വേദന. മനുഷ്യൻ ദൈവത്തെ കണ്ടപ്പോൾ കൈകാലുകൾക്ക് നീളം വന്നു, കണ്ണുകൾക്ക് നീളം വന്നു, 2 കണ്ണ് 3 കണ്ണ്, തൃക്കണ്ണ്, മൂക്ക് നീക്കം, 4 നീക്കം, പിന്നെ കൊമ്പുകൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ ദൈവത്തെ കണ്ടു. എന്നാൽ ദൈവം മനുഷ്യനായപ്പോൾ എന്നെയും നിങ്ങളെയും പോലെ ഈ ഭൂലോകത്ത് കണ്ടു. ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ കണ്ടു? ഒരു വ്യത്യാസമില്ലാതെ എന്തുകൊണ്ട് കണ്ടു? കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, യേശുവിനെ നിർത്തിയിട്ടത്രേ എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ യേശുവിനെ പോലെ കണ്ടു, യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് ശരീരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ദൈവത്തിൻ്റെ മക്കളെ. 1-ാം ലേഖനത്തിൻ്റെ പ്രാരംഭത്തിൽ കർത്താവിദാസൻ പറയുന്നു, നിങ്ങൾ ക്രിസ്തു യേശുവിൽ നൽകപ്പെട്ട കൃപയെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ വചനത്തെ ദൈവശക്തിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക വിളിയും ദൈവിക തെരഞ്ഞെടുപ്പിനെയും ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ ഇടയിലുണ്ടായ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനങ്ങളെ അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒടുവിൽ നാം ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായി തീരണം. നമുക്കിപ്പോൾ ആരുടെ മനസ്സാണ്? നമ്മുടെ മനസ്സ് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി കറപ്റ്റഡ് ആകും. നമ്മുടെ മനസ്സിനകത്ത് മലിനതയുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് മലിനത വരും, നമ്മുടെ ചിന്തകൾക്കകത്ത് മലിനത വരും. ആദ്യത്തെ മലിനത എന്ന് പറയുന്നത് ദൈവത്തെ ദൂഷിക്കുക. എന്നാൽ ദൈവത്തെ ദുഷിക്കരുതെന്ന് അകത്തൊരു വലിയ വിളികളുണ്ട്. ദൈവസഭ, ദൈവ ശുശ്രൂഷകർ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ ദൈവത്തിൻ്റെ മക്കളെ ദൂഷിക്കാൻ വായേൽപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ട്? മനസ്സ് മലിനപ്പെട്ടു പോയി. എന്നാൽ കർത്താവിദാസൻ പറയുകയാണ്, നാം ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളവരായി തീരണം. എന്താ ക്രിസ്തുവിൻ്റെ മനസ്സ്? ആഞ്ഞു മുഖത്തടിച്ചു, ചിരിച്ചുകൊണ്ട് നേരിട്ടു. മുഖരോമങ്ങൾ പറിച്ചെടുത്തു, ചിരിച്ചുകൊണ്ട് നേരിട്ടു. അടിച്ചു പുറം പൊളിച്ചു, ചിരിച്ചുകൊണ്ട് നേരിട്ടു. വേച്ച് നടന്ന് പരസ്യ കോലമാക്കിയിട്ടും അദ്ദേഹം ഒടുവിൽ പറഞ്ഞു, കർത്താവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അതാണ് കർത്താവിൻ്റെ മനസ്സ്. 3:1 ആരംഭിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, മനുഷ്യനെ 2 തട്ടിൽ അദ്ദേഹം നിർത്തുകയാണ്. എന്താണ് 2 തട്ട്? 3:1 മുതൽ മനുഷ്യരെ 2 തട്ടിൽ വെച്ചുകൊണ്ട് തിരുത്തലുകളും ശാസനകളും ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ അരുളപ്പാടിൽ നിന്നും ദൈവസഭയെ തിരുത്തലുകളിലേക്കും ശാസനകളിലേക്കും ആരംഭിക്കുകയാണ്. 2 തട്ടാക്കുന്നു. അവിടുത്തെ 2 തട്ടെന്ന് പറയുന്നത് ആത്മീക മനുഷ്യൻ, ജഡത്തിൻ്റെ മനുഷ്യൻ. ശ്രദ്ധിക്കൂ, ഇവിടെ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. അതുപോലെ കർത്താവിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാർക്കും മുഖപക്ഷമില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുമ്പോൾ അതിനകത്ത് മുഖപക്ഷം വരുത്തുകയില്ല.
ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് മുഖപക്ഷമില്ല. അതുകൊണ്ട് ഈ മുന്നറിയിപ്പുകൾ ദൈവസഭയ്ക്കകത്ത് താക്കീതായി പറയുമ്പോൾ അതിനും മുഖപക്ഷമില്ല. മാത്രമല്ല ദൈവത്തിൻ്റെ ശിക്ഷാവിധികൾക്ക് ഒരു മുഖപക്ഷവുമില്ല. അത് ഇസ്രായേലും ശരി, യഹൂദിയാണെങ്കിലും ശരി, ഗലീലയാണെങ്കിലും ശരി, തൊട്ടപ്പുറത്ത് മെസ്സപ്പൊട്ടമാണെങ്കിലും ശരി, ഈജിപ്റ്റ് ആണെങ്കിലും ശരി, UAE ആണെങ്കിലും ശരി, തിരുമലയാണെങ്കിലും ശരി, സിറ്റി ചർച്ചിലാണെങ്കിലും ശരി, സിറ്റി ചർച്ചിനകത്ത് കൂടുന്ന ഞാനും നിങ്ങളും ആണെങ്കിലും ശരി, കർത്താവിൻ്റെ ശിക്ഷകൾക്കൊരു മുഖപക്ഷമില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ ആ ശിക്ഷകളെ തർജ്ജനമായി കൊടുക്കുന്നതിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർക്കും യാതൊരു മുഖപക്ഷവുമില്ല. നിങ്ങൾ വളരെ കാര്യമായിട്ട് അത് ശ്രദ്ധിക്കണം. മുഖപക്ഷമില്ലാത്ത ഏക പ്രസ്ഥാനം കർത്താവിൻ്റെ പ്രസ്ഥാനമാണ്. അത് കർത്താവിൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ സഭയാണ്. എഴുതി വയ്ക്കണം. 2 തട്ട്: ആത്മീയ മനുഷ്യൻ, ജഡിക മനുഷ്യൻ. ആത്മീക മനുഷ്യനെ സംബന്ധിച്ച് ആരാണ് ആത്മീക മനുഷ്യൻ? കർത്താവിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിൽ പ്രശംസിക്കുന്നവർ. എന്ത് സംഭവിച്ചാലും ദൈവാലയത്തിനുള്ളിൽ, ദൈവാലയത്തിന് പുറത്ത്, കുടുംബത്തിന് ഉള്ളിൽ, കുടുംബത്തിന് പുറത്ത്, സമൂഹ മധ്യത്തിൽ, നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എന്ത് സംഭവിച്ചാലും പ്രശംസയും പുകഴ്ചയും കർത്താവിന് കൊടുക്കുന്നവരാണ് ആത്മീയ മനുഷ്യൻ. ക്രിസ്തുവിനായി പ്രവർത്തിക്കുന്നവനാണ് ഒരു ആത്മീയ മനുഷ്യൻ. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിന്? വൃഥാവായ പ്രവർത്തനങ്ങൾ എന്തിന്? അർത്ഥവത്തായ ഈ പ്രവർത്തനങ്ങൾ ചെയ്ത് എന്ത് പ്രയോജനം? ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിച്ചു നോക്ക്, നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. അവൻ ആത്മീക മനുഷ്യൻ. മാത്രമല്ല ക്രിസ്തുവിൽ അനുദിനം വളരുന്നവനാണ് ആത്മീക മനുഷ്യൻ എന്ന് പറയുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾ നോക്കൂ, 2ാമത്തെ തട്ടെന്ന് പറയുന്നത് ജഡിക മനുഷ്യൻ. ജഡികം എന്നുള്ളതിന് മലയാളം ഡിക്ഷണറി കൊടുത്തിരിക്കുന്നത് ചൈതന്യം അറ്റുപോവുക എന്നുള്ളതാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ ജീവൻ അറ്റുപോയതിനെ ജഡമെന്ന് പറയുന്നു. ഒരു വലിയ യുദ്ധ പോരാട്ടം നടന്ന യുദ്ധകളത്തിൽ നിങ്ങൾ നോക്കിയ അനേകം മുണ്ടങ്ങൾ കിടക്കുന്ന കാണാൻ കഴിയും. മുണ്ടം എന്ന് പറയുന്നത് ജഡം, തമിഴിൽ മുണ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ജഡങ്ങൾ കിടക്കുന്നതാണ്. എന്തുകൊണ്ട് നമ്മൾ ആ ശരീരത്തെ ജഡമെന്ന് പറയുന്നു? ദാ കിടക്കുന്നു നമുക്ക് പരിചയമുള്ള ഒരുവൻ, പക്ഷെ അവനെ പേര് പറഞ്ഞ് വിളിക്കുന്നില്ല. ഇവനെ ചാർച്ചക്കാരൻ പറയുന്നില്ല. ഇവനെ അപ്പോൾ വിളിക്കുന്ന പേര് ജഡം. സ്വർഗം പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ദൈവസഭയെ നോക്കി പറയുന്നത്, ഇതിനകത്ത് ജഡങ്ങളുണ്ട്. Why? Because they never understand the value of the life which is given by the Son of God. കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ ലഭ്യമായിരിക്കുന്ന സൗജന്യ ജീവനെ കുറിച്ചുള്ള ബോധ്യം അവരിൽ ഇല്ല. എന്തുകൊണ്ടില്ല? ബിക്കോസ് അവരുടെ മനസ്സ് കറപ്റ്റഡ് ആയിപ്പോയി. ഇന്ന് പകലിൽ ആത്മാർത്ഥമായി ദൈവത്തിന്റെ മുഖം നോക്കുന്നവരുടെ ഉള്ളങ്ങളിൽ കർത്താവിന്റെ മനസ്സ് ഉടലായി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കണ്ടതുപോലെ കാണാൻ, കർത്താവ് അപ്രോച്ച് ചെയ്തതുപോലെ ചില സാഹചര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ, കർത്താവിൻ്റെ സമീപനം ജീവിതത്തിൽ വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നോക്കൂ, ജഡിക മനുഷ്യൻ, ജീവനറ്റവൻ എന്ന് പറഞ്ഞാൽ ജീവനെ കുറിച്ച് ബോധ്യമില്ല. ഇവിടെ ജഡിക മനുഷ്യനായിട്ട് പറയുന്നു. ഈ ജഡിക മനുഷ്യർ ദൈവസഭയ്ക്കകത്ത് പുറത്തുള്ളവരേ അല്ല. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമാക്കുന്നു, ഞാനിത് ആരെക്കുറിച്ച് പറയുന്നു? I am not talking about the heathens. I'm not talking about the Gentiles. I'm talking about you, Corinthians. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുകയും കൃപാവരങ്ങളും ആത്മീയവരങ്ങളും ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, there is a division. അവിടെ സ്പിരിച്വൽ മാൻ ഉണ്ട്, അവിടെ കാർണൽ മാൻ ഉണ്ട്. ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ഒരു വേർതിരിവ് ചെയ്യട്ടെ. അവരൊരു മുറം കൊണ്ടുവന്ന് പാറ്റുന്നത് പോലെ ഒരു പാറ്റൽ ചെയ്യട്ടെ. തൻ്റെ മുറത്തിനകത്ത് നിന്ന് പാറ്റുമ്പോൾ കാറ്റടിച്ച് പറന്നു പോകുന്ന പതിരുകളായി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവിന്റെ നല്ല ജീവൻ അതിനകത്ത് വന്ന് അവരെ ജീവനുള്ള നല്ല വിത്തുകളാക്കി തീർക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഈ ജഡിക മനുഷ്യനായാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വളർച്ച മുരടിച്ചു പോകും. നാം ശുശ്രൂഷകരെ നിന്ദിച്ച് തുടങ്ങും. നാം പക്ഷം ചേരും. ദൈവത്തിൻ്റെ കൃപയെ നാം അലക്ഷ്യമാക്കും. വിരോധ വാക്കുകൾ നിമിത്തം നാം ചീർത്തിരിക്കും. മാത്രമല്ല നാം ഭിന്നത ഉണ്ടാക്കും, കലക്കങ്ങൾ ഉണ്ടാക്കും, പിണക്കങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഓർക്കുന്നു ഈ കാര്യങ്ങളൊക്കെ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ദാസൻ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അദ്ദേഹം എന്നെക്കുറിച്ച് പറയുന്നതാണെന്ന്. ഒരു സംശയമില്ല, എന്നെക്കുറിച്ച് പറഞ്ഞത്. കാരണം എനിക്ക് അദ്ദേഹത്തിന് വിരോധം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആത്മാവിന് തെറ്റതില്ലല്ലോ. കാരണം 2 പുൽപ്പിറ്റ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തെക്കാളും എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്തെടുത്താലും ഞാൻ കുറ്റമേ പറയുള്ളൂ. അതങ്ങനെയല്ല, ഇതെങ്ങനെയല്ല. എൻ്റെ അകത്തെ മനുഷ്യൻ നിഗളിക്കാൻ തുടങ്ങി, ചീർക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരവും വാക്കും ഡിസ്പ്യൂട്ടോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട് എൻ്റെ മുഖത്ത് കാണും. അതിങ്ങനെ ക്രൂരമായിരിക്കും. അപ്പോൾ ആരാധനയ്ക്ക് ഞാൻ മുമ്പിൽ വന്ന് ഈ ചുവരിൽ ചാരി ഇരിക്കുമ്പോഴും നമ്മുടെ മുഖമൊന്നും കൊടുക്കത്തില്ല. താഴെ കുഞ്ഞിക്കുട്ടനെയൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. പൊടിയൊക്കെ നോക്കും, പുറത്തൂടെ പറന്നു പോകുന്ന കാക്കയൊക്കെ നോക്കും. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ അകത്ത് എന്ത് നടക്കുന്നു? എനിക്ക് അദ്ദേഹത്തെക്കാളും അറിയാമല്ലോ. അദ്ദേഹം പറയുന്ന തെറ്റ്. എന്നെ വിശ്വാസം കൊണ്ടുവന്ന ആരാണ്? ആ മനുഷ്യനാണ്. സ്ഥാനപ്പെടുത്തിയത് ആരാണ്? ആ മനുഷ്യനാണ്. നശിച്ചു പോകാമായിരുന്നു ഞാൻ, പക്ഷേ എൻ്റെ മനസ്സ് കറപ്റ്റഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് എപ്പം വിരോധം ജനിക്കും. തിങ്കളാഴ്ച വിരോധം ജനിച്ചു, ഞായറാഴ്ച ഞാൻ ചെന്നിരിക്കുമ്പം അടിപൊളി പാര എന്നെ കട്ട കയറും. വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ എനിക്ക് ഇരിക്കുന്നത് കൊണ്ടാണ്.
പക്ഷെ കയറിയപ്പോൾ കയറാൻ കണക്കിന് ഇരുന്ന് കൊടുത്തതുകൊണ്ട് അത് കുത്തിയെടുത്ത് വെളിയെറിഞ്ഞു. എന്ത്? ആ നികളത്തെ. കർത്താവ് പല അനുഭവങ്ങൾ തന്നു. ഇതിനെ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ എനിക്ക് എന്തുണ്ടായി? മാറ്റമുണ്ടായി. നമുക്ക് ഒരു വാക്യം വായിക്കാം. 10:5 പക്ഷെ ഒരു വാക്യം ദയവായി ഒന്ന് വായിച്ചു തരും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങളെ നാണിപ്പിക്കാനല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ രാജേഷ്, ദൈവത്തിൻ്റെ ദാസന്മാർ നിന്നോട് ഈ പറയുന്നത് നിന്നെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിന്നെ കുറച്ച് കാണിക്കുന്നതല്ല രാജേഷ്, നീ അത് മനസ്സിലാക്കണം. പിന്നെ എന്താണ് അവിടെ പറയുന്നു? എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പൊ ബുദ്ധി പറഞ്ഞു തരണമെങ്കിൽ എനിക്ക് ബുദ്ധി കേടുണ്ടായിരുന്നില്ലേ? എന്നെക്കാളും അറിവും സമ്പത്തും, എന്ത് സമ്പത്ത്? വചന സമ്പത്ത്, പരിചയ സമ്പത്ത്, ഈ സമ്പത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കറക്ഷൻ തരുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് എന്ത് തോന്നണം? അദ്ദേഹം എനിക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയല്ലേ. 21-ാമത്തെ വാക്യം. ആ ഉപദേശിച്ച് തരുന്ന ബുദ്ധിയെ ഞാൻ സ്വീകരിച്ചില്ലെങ്കിലോ അദ്ദേഹം എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഈ ഉപദേശിച്ച് തരുന്ന ബുദ്ധി ഉപദേശം വേണ്ട, പിന്നെന്ത് ചെയ്യണം? അപ്പൊ കർത്താവിന്റെ ദാസന് വേണമെങ്കിൽ ഒരു കമ്പ് വെട്ടി വരാം. ആത്മീയമായി നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവദാസന് എന്നെ കറക്റ്റ് ചെയ്യാൻ ഒരു കമ്പ് വെട്ടി വരാം. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് എൻ്റെ 2 മക്കൾ മാർവലും നോയലും മുമ്പിൽ നിന്ന് ആരാധിക്കുന്നില്ല. കഥയാണ്, ശ്രദ്ധിക്കണം. ഞാൻ വീട്ടിലില്ല, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തായി? അത് പാസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എങ്ങനെ സമീപനം ചെയ്യും? ഞാൻ എങ്ങനെ ഇതിനെ സമീപനം ചെയ്യും? ഞാൻ തിരിഞ്ഞു നോക്കണം എൻ്റെ ജീവിതം. ഞാൻ ഇന്ന് ഇവിടെ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അത് സിറ്റി ചർച്ചിലെ ശുശ്രൂഷകന്റെയും സിറ്റി ചർച്ചിൽ കൂടി വരുന്ന ദൈവമക്കളുടെയും കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമാണ്. സിറ്റി ചർച്ചിലെ ശുശ്രൂഷകന്റെയും സിറ്റി ചർച്ചിൽ ദൈവം ചേർത്തിരിക്കുന്ന ദൈവമക്കളുടെയും കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമാണ്. കാരണം ഞാനിവിടെ വന്ന് മാർവൽ ഗർഭിണിയായിരിക്കുന്നു, ജനിക്കണം, ആരോഗ്യം ഉണ്ടാവണം, പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ആരാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? സിറ്റി ചർച്ചാണ് പ്രാർത്ഥിച്ചത്, ശുശ്രൂഷകളോട് ചേർന്ന്. നോയൽ ഗർഭിണിയായിരിക്കുന്നു, പിന്നെ സൗമ്യയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നോയൽ നന്നായിട്ട് വളർന്നു വരാൻ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആരാ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു കുറവും കേടും കൂടാതെ നല്ല ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് ആരോഗ്യം കിട്ടി. ഇതിനകത്ത് നിന്ന് വളർന്ന 2 കുട്ടികൾ എൻ്റെ മുമ്പിൽ സോഫയിൽ നിന്ന് പറയുകയാണ്, പാസ്റ്റർ ഞങ്ങൾ വഴക്ക് പറഞ്ഞു. ഡാഡി ചോദിക്കണം, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യണില്ല, ചെയ്യാതിരിക്കണം നല്ലതാവുമായിരിക്കും. ഞാൻ അവനടുത്ത് പറഞ്ഞു കൊടുക്കും, എൻ്റെ മക്കളെ എന്നെ പോലും പിടിച്ചു വെച്ച് അടിക്കാൻ അങ്ങേരിക്ക് അരുവാതുകൊണ്ട് ഞാൻ ഇതും കൊണ്ട് പറഞ്ഞു പോയ പുള്ളി കുനിച്ചേർത്ത് എന്നെ ഇടിക്കും, നീ പോകുന്നതിൻ്റെ ജോലി വയ്ക്കി. അങ്ങേര് എന്തെങ്കിലും പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷകൻ എന്തെങ്കിലും പറഞ്ഞാൽ ശിരസാ വായിച്ചാൽ നീ രക്ഷപ്പെടും. അതിൻ്റെ ഏറ്റവും ഉദാഹരണം ജീവനോടെ നിൽക്കുന്ന ഞാനാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പ്രാപ്തരാകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കമ്പൊക്കെ വെട്ടും. ശുശ്രൂഷകൻ എന്താ പറയുന്നത്? എഴുതി വച്ചിരിക്കല്ലേ, 2000 വർഷങ്ങൾ കൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സഭകളിൽ വായിച്ചു കേട്ട വചനമാണ്. ഞാൻ കമ്പ് വെട്ടണോ? വേണ്ട, ബുദ്ധി ഉപദേശം പറയുമ്പോൾ സ്വീകരിച്ചു. വേറെ ഒന്നുമില്ല, സന്തോഷത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ നന്മകളെ സ്ഥിരീകരിക്കുവാനായിട്ട് കഴിയും. ബുദ്ധി ഉപദേശം സ്വീകരിച്ചാൽ നമ്മൾ ആയുധങ്ങളാകും. നമ്മൾ എന്തായി തീരും? ആയുധമാണ്. ബുദ്ധി ഉപദേശം സ്വീകരിച്ചാൽ നാം ആയുധങ്ങളായി തീരും. നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കർത്താവ് കോവിഡ് കാലത്ത് ദൈവത്തിൻ്റെ വചനം പഠിക്കാനുള്ള ഒരു മാർഗം തുറന്നു തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവം സിറ്റി ചർച്ചിൽ എന്നെ കൊണ്ടുവരുന്നത്. എനിക്ക് വ്യക്തമായ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായി പഠിക്കുവാൻ പറ്റുന്ന ഒരിടം കാണിച്ചു തരണേ. ആളുകളെയൊന്നും കാണിച്ചു തരണമെന്ന് പറഞ്ഞില്ല, പക്ഷെ ദൈവം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി. ഞാൻ ഇന്നും ഓർക്കുന്നു, ഇടപ്പഴഞ്ഞി വഴിയിൽ പാസ്റ്ററിന് എന്നെ വണ്ടി വിളിക്കുമ്പോൾ ഞാൻ പോയൊന്നുമില്ല. അദ്ദേഹം വീണ്ടും വിളിച്ച് ഞാൻ വീട്ടിനകത്ത് കയറി നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ വീട്ടിൽ ചെന്നിരുന്നു, ഇവിടെ വരുന്നു, ഒരാരാധനയ്ക്ക് കൂടുന്നു. ആ വഴിയരികിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ കൈയടിച്ച് പാടി കാണിക്കയിട്ടിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നീ ദയവ് ചെയ്ത് വരരുത്. ഈ വാക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഈ ഡയലോഗ് എത്ര പേര് കേട്ടിട്ടുണ്ട്? എന്നോട് സഹകരിക്കുക ആരുമില്ലേ? അതെ, ഒരു സഹോദരൻ എൻ്റെ തോളി കൈവച്ച് പറഞ്ഞ കാര്യമാണ്. കൈയടിച്ച് ആരാധിച്ച് കാണിക്ക എറിഞ്ഞിട്ട് പോകാനാണെങ്കിൽ നീ ഇവിടെ വരരുത്. പകരം ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിനക്ക് തോളോട് തോൾ തരാൻ കഴിവുണ്ടെങ്കിൽ നിനക്ക് വന്ന് പങ്കെടുക്കുക. ഇത്ര സ്പെസിഫിക്കാണ്. ഞാൻ അദ്ദേഹത്തോട് വരുമ്പോൾ പറഞ്ഞത് എൻ്റെ സ്റ്റഡീസിൽ സഹായിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞ് അത് ഞാൻ കൂടെ നിൽക്കും. പിന്നെന്ത് വേണം? ഞാൻ പിന്നെ വേറെ എവിടെ ചാടണം?
ഇത്രയും മനോഹരമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന, ഇത്രയും നർച്ചറിങ് തരുന്ന നല്ലൊരു ഒരു 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 ജലസമൃദ്ധിയുള്ള ഈ ഒരു ജലസമ്പത്തിൽ നിന്നും ഞാൻ വല്ല പൊട്ടോക്കിണറ്റിലും ചാടി അവിടെ കിടന്നുകൊണ്ട് പായലിൽ നിന്ന് പൂത്ത് വീർത്ത് ചത്ത് പള്ളയും വീർത്ത് പോകുന്നതിനേക്കാളും നല്ലതല്ലേ ഇവിടെ നിന്ന് അങ്ങ് പച്ച പിടിച്ച് പോകുന്നത്. ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, എനിക്കും എൻ്റെ തലമുറകൾക്കും അവരുടെ തലമുറകൾക്കും മര്യാദയ്ക്ക് നിന്ന് അവരുടെ തലമുറകൾക്കും സിറ്റി ചർച്ചിൽ നിന്ന് മെച്ചപ്പെടാൻ പറ്റും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ബുദ്ധി ഉപദേശിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. ബുദ്ധി ഉപദേശിക്കുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. പറഞ്ഞു നിർത്താം, കാര്യം നമുക്ക് സമയമില്ലാതിരിക്കുന്നു. സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും. അത് പറയാൻ വിട്ടാൽ നമ്മുടെ പ്രസംഗം വെറുതെ ഷൂവായി പോകും. ശ്രദ്ധിക്കും. ശരീരം മലിനപ്പെടാതെ സൂക്ഷിച്ചാൽ നമുക്ക് ലജ്ജ കൂടാതെ സഭാമധ്യേ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. പ്രാഗൽഭ്യത്തോടെ നമുക്ക് കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളാൻ കഴിയും. ആത്മീക കൃപാവരങ്ങൾക്ക് പാത്രരായി തീരാനായിട്ട് കഴിയും. എന്തിന്? ശരീരത്തെ മലിനപ്പെടുത്താതെ ജീവിച്ചാൽ. നിഷ്കളങ്കമായി സകലരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ആത്മീക വർധനവുണ്ടാകും. പ്രവചനാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഒടുക്കത്തെ നാളിൽ നാം ഉയർപ്പിക്കപ്പെടും. തേജസ്സിൻ്റെ ശരീരം നമുക്ക് ലഭിക്കും. നാം എന്നേക്കും കർത്താവിനെ സ്നേഹിക്കുവാൻ ഇടവരും. ഇത് നമ്മുടെ ശരീരത്തെ മലിനപ്പെടുത്താതെ, നമ്മുടെ ശരീരത്തിൻ്റെ ആഭരണങ്ങളായിക്കോട്ടെ, ആടവസ്ത്രങ്ങളായിക്കോട്ടെ, അകത്ത് കഴിക്കുന്നതായിക്കോട്ടെ, പുറത്ത് കൊടുക്കുന്നതായിക്കോട്ടെ, ഒന്നും നമ്മുടെ സഹോദരന്മാരെ വിശ്വാസത്തിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നതാകാതെ സൂക്ഷിക്കുന്നതാണ് ശരീരത്തെ മലിനപ്പെടുത്താതെ സൂക്ഷിക്കുക എന്ന് പറയുന്നു. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ തെരളിയും പായസമൊക്കെ വരും. എന്തും സ്തോത്രം പറഞ്ഞ് തിന്നാം എന്ന് പറഞ്ഞുകൊണ്ട് വാരി തിന്നാൻ നിൽക്കാതെ ഒരു നിമിഷം നിങ്ങൾ ആത്മനിറവിൽ ചിന്തിച്ച് നിങ്ങൾ ആ കാര്യത്തെ ബുദ്ധിയോടുകൂടെ ഇടപെടണം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തി ഒരുപക്ഷെ നാളെ നമ്മുടെ സഭയിൽ കണ്ടെന്ന് വരാം. അതുകൊണ്ട് ആ ഹൃദയം മുറിയാത്ത രീതിയിൽ ബുദ്ധി വൈഭവത്തോടെ ഇടപെടാൻ നിങ്ങൾ പരിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം. മനുഷ്യ ശരീരത്തിന് ഒരു ഉയർപ്പുണ്ട്. മനുഷ്യ ശരീരം ഉയർത്തു വരും. ഈ എല്ലാ മതങ്ങളിൽ നിന്നും തത്വചിന്തകളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തെ അതുല്യമാക്കുന്നത് ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ളതാണ്. അതിനകത്തൊരു രൂപാന്തരം വരും എന്നുള്ളതാണ്. തേജസ്കരിക്കുന്നൊരു ശരീരമായി തീരും എന്നുള്ളതാണ്. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറപ്പും കാതലായ ആശയവുമാണ്. ഇത് സാർവത്രികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രൂപമാറ്റം ഉണ്ടാകും. യേശുവിൻ്റെ പങ്കാളിത്തം ഇതിനകത്ത് ഏറെ പ്രതിപാദ്യം ചെയ്യുന്നു. യേശു മരിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. 1-ാം നൂറ്റാണ്ടിലുമുണ്ട്. യേശുവിൻ്റെ ഉയർപ്പിനെ അലക്ഷ്യമാക്കിയ പലരും നമ്മുടെ ഇടയിലുണ്ട്. 1-ാം നൂറ്റാണ്ടിലുമുണ്ട്. ഒരു വ്യക്തിയുടെ ഞാൻ പേര് പറയാം, നിങ്ങൾ എഴുതി വയ്ക്കൂ. ആൽബർട്ട് ഹെൻറി റോസ്. ആൽബർട്ട് ഹെൻറി റോസ്. ആൽബർട്ട് ഹെൻറി റോസ്. വളരെ സന്ദേഹവാദിയായിരുന്ന ഈ മനുഷ്യനെ കർത്താവ് സത്യവിശ്വാസത്തിലേക്കും സത്യപുത്രനിലേക്കും നടത്തിയ വിധം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു: യേശുവിൻ്റെ കഥയും ഉയർത്തെഴുന്നേൽപ്പും പൊട്ടക്കഥയാണ്, ആരും വിശ്വസിക്കരുത്. ഈ കാര്യം പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഗവേഷണങ്ങളോടുകൂടെ ഒരു പുസ്തകം എഴുതാൻ പോവുകയാണ്. യേശുവിൻ്റെ പുനരുത്ഥാനത്തെ നിരാകരിക്കുന്ന ഒരു പുസ്തകം എഴുതുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളുടെ നടുവിൽ അദ്ദേഹം കർത്താവിനെ നേരിട്ട് കാണുന്നു. അദ്ദേഹം യേശുവിൻ്റെ പുനരുത്ഥാനത്തെ നിരാകരിക്കുന്ന പുസ്തകം എഴുത്ത് നിർത്തിയിട്ട് ഗവേഷണങ്ങളുടെയും ചരിത്ര പ്രാധാന്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. യേശുവിൻ്റെ ഉയർപ്പ് ചരിത്രപരമായും ആത്മീയപരമായും സത്യസന്ധം തന്നെ അങ്ങനെ എഴുതി അദ്ദേഹം ലോകത്തിന് ഒരു പുസ്തകത്തെ ഏൽപ്പിച്ചു. ആ പുസ്തകത്തിൻ്റെ പേരിതാണ്: കല്ല് ആര് നീക്കി? ഹൂ മൂവ്ഡ് ദ സ്റ്റോൺ. 1930s നടന്ന സംഭവമാണ്. ഇന്നും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷിയാകുന്ന ദൈവത്തിൻ്റെ മക്കളെ ആ തേജസ്കരിക്കുന്ന രൂപത്തിലേക്ക് അനുരൂപമാക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന അനുഭവം പ്രത്യാശയോടെയും പ്രതീക്ഷയോടെ നടത്തുന്നു. അതുകൊണ്ട് സ്വർഗീയൻ്റെ രൂപം പ്രാപിപ്പാൻ ഇന്നു മുതൽ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കുട്ടികളെ ഒരുക്കാം. നമ്മുടെ മുമ്പിൽ വരുന്നവരോട് ഈ സുവിശേഷത്തിൻ്റെ ഭാഗം ശക്തമായി നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ പങ്കുവയ്ക്കുമെന്ന് തീരുമാനമെടുക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ധാരാളമായി സഹായിക്കട്ടെ. കരങ്ങളെ അടിച്ച് കർത്താവിന് ഒരു നല്ല മഹത്വം നിങ്ങൾ കൊടുത്താട്ടെ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ.